ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഗീതു ലിബിൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ILR ആപ്ലിക്കേഷൻ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ PR-ന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ILR ആപ്ലിക്കേഷൻ ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതൊന്ന് പോയി ജസ്റ്റ് നോക്കുക, നിങ്ങൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ TLS കോണ്ടാക്റ്റിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മളവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്താലും മതി. പക്ഷെ നമ്മൾ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കണം. ഇത് പക്ഷേങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനറിലോ എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ട് ഇത് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് ആദ്യമേ തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ പാസ്പോർട്ട്. അപ്പോൾ പാസ്പോർട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 പാസ്പോർട്ട് കാണും. അതായത് എക്സ്പയർഡ് പാസ്പോർട്ടും കാണും, പുതിയ പാസ്പോർട്ടും കാണും. അപ്പോൾ എക്സ്പയർഡ് പാസ്പോർട്ടിൽ നമ്മൾ എക്സിറ്റ് ചെയ്തതും നമ്മളെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഞാനാണെങ്കിൽ എൻ്റെ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും ഫുള്ള് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കത് കറക്റ്റ് കാണാൻ പറ്റും, നമ്മൾ എത്ര ദിവസം പുറത്തേക്ക് പോയി, എന്നാണ് എൻ്റർ ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ആദ്യമേ അതാണ്. സെക്കൻഡ് ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ടത് BRP അല്ലെങ്കിൽ ഇ-വിസ. അപ്പം ഞാൻ എക്സ്പയർഡ് ആയിട്ടുള്ള എൻ്റെ BRP കാർഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇ-വിസ ഉണ്ടല്ലോ, ഇ-വിസ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ എംപ്ലോയി ലെറ്റർ, നമ്മൾ HR ഒരു എംപ്ലോയി ലെറ്റർ വാങ്ങിക്കണം. അതിൽ അവർ SOC കോഡ്, നമ്മുടെ സാലറി എത്രയാണ്, നമ്മൾ ഫുൾ ടൈം ആണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ അവേഴ്സ് എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് കാണും. അപ്പോൾ അത് ജസ്റ്റ് HR-നെ കോണ്ടാക്ട് ചെയ്തിട്ട് ILR-നാന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ ആബ്സെൻസ് റെക്കോർഡ്. അപ്പം നമ്മൾ ഏതൊക്കെ സമയത്ത് UK-യിൽ നിന്ന് വിട്ട് നിന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് ആയിട്ടുള്ളതെന്നുള്ളത്, നമ്മൾ ആനുവൽ ലീവിന് പോയതാണോ, മെറ്റേണിറ്റി ആയിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് 5 വർഷത്തെ നമ്മൾ എഴുതിയിട്ട് നമ്മുടെ ലൈൻ മാനേജർ, ഞാൻ എൻ്റെ ലൈൻ മാനേജർക്ക് കൊണ്ട് കൊടുത്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എഴുതി തരുമായിരുന്നു എത്ര നാളിങ്ങനെ മാറി നിന്നിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെ ഒരു ആബ്സെൻസ് റെക്കോർഡും ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പേ സ്ലിപ്പ്, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേ സ്ലിപ്പ്, നമ്മുടെ സാലറി ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ വെക്കുക. പിന്നെ ലൈഫിൻ്റെ UK ടെസ്റ്റിൻ്റെ ഒരു യുണീക്ക് റെഫറൻസ് നമ്പർ വേണം. അപ്പം ലൈഫിൻ്റെ UK ടെസ്റ്റ് നമ്മൾ എഴുതണം. ആ യുണീക്ക് റെഫറൻസ് നമ്പരും നമ്മൾ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ COS ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷെയർ കോഡ്. അപ്പോൾ ഷെയർ കോഡ് എങ്ങനെ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഇ-വിസയിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ കയറി നോക്കിയാൽ ഷെയർ കോഡ് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. പിന്നെ എൻ്റെ അഡ്രസ് പ്രൂഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബില്ലോ, നമ്മൾ എന്തെങ്കിലും വെക്കുക, വാട്ടർ ബില്ലോ, ഇലക്ട്രിസിറ്റിയോ, കൗൺസിൽ ടാക്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ലെറ്ററായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പം എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ആനുവൽ സാലറി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ആ മാസം തന്നെ ഇവിടുത്തെ സാലറി ഇൻക്രീസായി. സാലറി ഓഗസ്റ്റിലാണെന്ന് ഇവിടുത്തെ സാലറി ഇൻക്രീസ് ആയപ്പോഴേക്കും ഞാനാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആനുവൽ സാലറിയും എൻ്റെ പേ സ്ലിപ്പിലുള്ള സാലറിയും ഡിഫറെൻ്റ് ആയിരുന്നു, അത് കൂടി. അപ്പോൾ അത് ജസ്റ്റ് കുറച്ചതേ ഉള്ളൂ, എന്നാലും ഞാനൊരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ പോലെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലെറ്റർ വയ്ക്കാവുന്നതാണ്. പിന്നെയാണ് TLS കോണ്ടാക്റ്റിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അവർ അപ്ലോഡ് ചെയ്ത് തരും. പക്ഷെ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ ഫിസിക്കലി ഒരു ഡോക്യുമെൻറ്റും അവർക്ക് സെൻഡ് ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും വേണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. എൻ്റെ അടുത്ത് ഒരു ഡോക്യുമെൻറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ
ഞാൻ ബയോമെട്രിക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസത്തിനകം തന്നെ ഡിസിഷൻ അറിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മൺഡേയിൽ അപ്ലൈ ചെയ്തു, വെനസ്ഡേയിൽ എനിക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് മെയിൽ വരുമായിരുന്നു. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സർവീസ് എന്ന് പറയുമ്പോഴേക്കും 6 മാസത്തോളം നമുക്ക് ഡിലേ ഉണ്ട്. അപ്പം നമ്മളൊരു 500 പൗണ്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡിസിഷൻ അറിയാം. 1000 പൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ അറിയാം. അപ്പം ഞാനാണെങ്കിൽ 500 പൗണ്ട് കൊടുത്ത് 5 ദിവസത്തിനുള്ള ഡിസിഷൻ വരുന്ന ഇതാണ് എടുത്തിരുന്നത്. അപ്പം 3500 പൗണ്ടോളം നമുക്ക് പേ ചെയ്യേണ്ടി വരും ILR തന്നെയായിട്ട് ഒരാൾക്ക്. പിന്നെ TLS കോൺടാക്റ്റിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് വേണ്ട സമയം, അതായത് പീക്കായിട്ടുള്ള സമയത്തിൽ നമ്മൾ ചിലപ്പോൾ 150 പൗണ്ട് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പം നമുക്ക് സാധാരണ ഒരു സമയത്ത് എപ്പോൾ വേണേലും പോകാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ കേസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലെന്തെങ്കിലും നിങ്ങളുടെ കേസ് ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ കാണിക്കണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ ലെറ്ററോ അതിൻ്റെ പ്രൂഫോ എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം മെയിനായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.